രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി തുടരുകയാണ്. റഷ്യയിൽ നിന്നടക്കം LPG വാങ്ങാൻ ശ്രമിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. LPG വിതരണം മുടങ്ങുന്ന സാഹചര്യമില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നതെങ്കിലും ആശങ്ക തുടരുകയാണ്. പരിഭ്രാന്തരായി LPG ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരിഞ്ചന്തയിൽ സിലിണ്ടർ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, പ്രതിസന്ധി തുടരുന്നു, ആശങ്കപ്പെടേണ്ട എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കേന്ദ്രം. എന്തൊക്കെ പ്രതിവിധികൾ ആണ് ഈ സാഹചര്യത്തിൽ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ളത്? കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ എന്താണ്? രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇത് നേരിടുന്നതിനായി റഷ്യയിൽ നിന്നടക്കം LPG വാങ്ങാൻ ശ്രമിക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. LPG വിതരണം മുടങ്ങുന്ന സാഹചര്യം ഇല്ല എന്ന് സർക്കാർ ആവർത്തിക്കുകയാണ്. എന്നാൽ ഈ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. അതിനൊരു പരിഹാരം അത് പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിരുന്നു, പല കൂടിയാലോചനകളും നടത്തിയിരുന്നുവെങ്കിലും ഒരു പരിഹാര മാർഗം ഈ വിഷയത്തിൽ കാണാൻ ആകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിസന്ധി. അതേസമയം ഈ പെട്രോളിയം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തെ തുടർന്ന് LPG ഇന്ധനത്തിൽ ഉണ്ടായ ക്ഷാമം അത് ആശങ്ക തുടരുന്നു എന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം പരിഭ്രാന്തരായി LPG ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന നിർദ്ദേശം അത് ആവർത്തിക്കുകയാണ് പെട്രോളിയം മന്ത്രാലയം. ഒപ്പം തന്നെ കരിഞ്ചന്തയിൽ സിലിണ്ടർ വിൽക്കുന്നതിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും നിലവിൽ തന്നെ സംസ്ഥാനങ്ങളുമായി യോജിച്ച് അത്തരം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള സാഹചര്യം അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അന്തർ മന്ത്രാലയ സമിതി ഇക്കാര്യങ്ങൾ പരിശോധിച്ചാണ് തുടർ നീക്കങ്ങൾ രൂപം നൽകുന്നതും. ഈ ഒരു നിരീക്ഷണം, സൂക്ഷ്മമായുള്ള നിരീക്ഷണം തുടരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.